ഹിന്ദു രോഷം ഭയന്നാണ് രാഹുൽ ഗാന്ധി വയനാട് തെരഞ്ഞെടുത്തത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണെന്നും മഹാരാഷ്ട്രയിലെ പൊതുയോഗത്തിൽ മോദി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസ് കണക്കാക്കുന്നത് എന്നും എന്തുകൊണ്ടാണ് മോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ തയ്യാറാകാത്തത് എന്നും കോൺഗ്രസ് ചോദിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ അമേഠിയിലെ തോൽവി വായെന്ന് ഒളിച്ചോടിയെന്നാകും ബിജെപിയുടെ മുഖ്യ പ്രചാരണമെന്ന അഭിപ്രായം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ആ പ്രചാരണത്തിന് ബിജെപി ശക്തി കൂട്ടിയിരിക്കുകയാണ്. ആദ്യം ബിജെപി അധ്യക്ഷൻ അമിത്ഷായും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിഷയം ഏറ്റെടുത്തു. ഹിന്ദുരോഷം ഭയന്നാണ് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായ വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തതെന്ന് മഹാരാഷ്ട്രയിലെ വാർത്തയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഹിന്ദു आतंकवाद का दाग लगाने का प्रयास कांग्रेस ने ही किया है. हिंदू कभी आतंकवाद करे ऐसी एक भी घटना है क्या? 125 കോടി ഇന്ത്യക്കാരെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസ് നോക്കിക്കാണുന്നതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനത്തിനുള്ള കോൺഗ്രസിന്റെ മറുപടി. കോൺഗ്രസ് ദേശീയ നേതാക്കൾ നേരത്തെയും ദക്ഷിണേന്ത്യയിൽ മത്സരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ മോദി തയ്യാറാകാത്തതെന്നും മനീഷ് തിവാരി ചോദിച്ചു. अगर प्रधानमंत्री के दिल में दक्षिण भारत के प्रति कोई संवेदना है तो उनको कौन रोकता है जाके दक्षिण भारत से ലോക്സഭാ का चुनाव लड़ने के लिए? ഇന്ത്യക്കാരെ ഹിന്ദുക്കളെന്നും അല്ലാത്തവരുമെന്നും തരംതിരിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ നിലപാടെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. Mr. Narendra Modi has a myopic vision of India. He only sees Hindu India and then no other India. അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് നിർഭാഗ്യകരമാണെന്നായിരുന്നു മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പൃഥ്വിരാജ് ചവാന്റെ പ്രതികരണം. ഏതായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ ദേശീയ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിലും ചൂടുപിടിക്കും. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. രാഹുൽ ഗാന്ധിയെ പപ്പുവെന്ന് പരിഹസിച്ച് സിപിഎം മുഖപത്രം ദേശാഭിമാനി. വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം പപ്പു സ്ട്രൈക്ക് ആണ് എന്നാണ് മുഖപ്രസംഗം. പരാമർശം വിവാദമായതോടെ മുഖപ്രസംഗം തള്ളി റെസിഡന്റ് എഡിറ്റർ PM മനോജും മന്ത്രി തോമസ് ഐസക്കും രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ BJP നേതാക്കൾ ഉപയോഗിച്ചിരുന്ന പപ്പു എന്ന പരാമർശം ഏറ്റെടുത്തായിരുന്നു ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. മറ്റൊരിടത്തും വിജയസാധ്യതയില്ലാത്തതിനാലാണ് വയനാട്ടിലേക്ക് ഒളിച്ചോടിയത്. ഇത് ഗതികേടാണെന്നും പപ്പു സ്ട്രൈക്ക് എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിൽ പറയുന്നു. BJPയുടെ അതേ സംസ്കാരമാണ് CPM-നെന്ന് വ്യക്തമാക്കുന്നതാണ് മുഖപ്രസംഗമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. BJPയുടെ അതേ സംസ്കാരം കടമെടുത്താണ് കോൺഗ്രസ് അധ്യക്ഷനെ ദേശാഭിമാനി ആക്ഷേപിച്ചിരിക്കുന്നത്. പരാമർശം വിവാദമായതോടെ പപ്പുവിളിയെ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ് തന്നെ തള്ളിപ്പറഞ്ഞു. ദേശാഭിമാനി പരാമർശം കൈപ്പഴിയാണെന്നും ഇത് ഇടതുപക്ഷത്തിന്റെ നിലപാടല്ലെന്നും ധനമന്ത്രി തോമസ് ഐസക്. അത് അങ്ങനെ പറയുന്നത് CPM-ന്റെ ഒരു സമീപനമല്ല, ഒരു കൈപ്പഴയായിരിക്കണം. CPI നേതാവ് ബിനോയ് വിശ്വവും പപ്പു പ്രയോഗം ആവർത്തിച്ചു. രാഹുൽ ഗാന്ധി വളരെ പാടുപെട്ടാണ് പപ്പു അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിച്ച് പുറത്തേക്ക് വന്നത്. ആ രാഹുൽ ഗാന്ധി വീണ്ടും പപ്പുത്വത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോഴുള്ള ആശങ്കയാണ് ദേശാഭിമാനി പറഞ്ഞത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച മുല്ലപ്പള്ളിക്ക് മനം മാറ്റം. സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഇടതുമുന്നണി രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കണം എന്നാണ് മുല്ലപ്പള്ളിയുടെ പുതിയ ആവശ്യം. മുല്ലപ്പള്ളിയും കോൺഗ്രസും ലക്ഷ്യം വെക്കുന്നതെന്ത്? ഒപ്പം രാഹുലിന്റെ വരവിൽ കോൺഗ്രസിൽ മൂപ്പിളമ തർക്കം പരിഹരിക്കാനായിട്ടില്ല എന്ന സൂചനയും KPCC പ്രസിഡന്റ് നൽകി. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്നാഗ്രഹിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അവർ ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ, ആ നാടകങ്ങൾ യഥാസമയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാമെന്ന് മാത്രം ഞാനിവിടെ പറയട്ടെ. രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സത്ത അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് അത് പറയാനെന്താണ് ധാർമ്മികമായ അവകാശം? രാഹുലിന്റെ വരവ് CPM തടയുന്നുവെന്ന് വ്യാഖ്യാനിക്കപ്പെടാവുന്ന പ്രതികരണം. രാഹുലിനും AICCക്കും മേൽ KPCCയേക്കാൾ സ്വാധീനം CPM-നാണെന്ന ആക്ഷേപം ഉയർന്നതോടെ പറഞ്ഞത് വിഴുങ്ങി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആ പ്രയോഗത്തിന് പിന്നാലെയാണ് പുതിയ നിർദ്ദേശം. ഇടത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം, പകരം ഇടതുപക്ഷം രാഹുലിന് പിന്തുണ നൽകണം. അവർ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഫാസിസത്തെ പരാജയപ്പെടുത്താനുള്ള സമരത്തിൽ ജനാധിപത്യ മതേതര ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നതാണ് അവരുടെ വാദമെങ്കിൽ തീർച്ചയായിട്ടും അവർ അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ മുൻകൈയെടുക്കേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസും CPM-ഉം ഒന്നാണെന്നത് BJPയുടെ പ്രചാരണമാണ്. ഈ പ്രചാരണത്തിന് ശക്തിയേകുന്നതാണ് ഇടത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന മുല്ലപ്പള്ളിയുടെയും VM സുധീരന്റെയും അഭ്യർത്ഥന. വയനാട്ടിൽ രാഹുലിനെതിരെയുള്ള സ്ഥാനാർത്ഥിയെ പിൻവലിച്ചാൽ മറ്റ് 19 മണ്ഡലങ്ങളിലെ മത്സരമെന്താകും? അത്തരമൊരു നടപടിയുണ്ടായാൽ ബാക്കിയുള്ള മുഴുവൻ മണ്ഡലങ്ങളിലും അത് BJP സ്ഥാനാർത്ഥികൾക്കാകും ഗുണമാകുക. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ
ഏറ്റവും ചെറിയ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ട് CPM മാറാൻ പോവുകയാണ്. ലാലു പ്രസാദ് യാദവിനും കോൺഗ്രസിനും അവരെ വേണ്ട, അവരെ മഹാരാഷ്ട്രയിൽ വേണ്ട, അവരെ കർണാടകത്തിൽ വേണ്ട. അങ്ങനെ വരാൻ പോകുന്ന ലോക്സഭയിൽ അവർ പൂജ്യന്മാരായി മാറാൻ പോകുന്ന അവസ്ഥാവിശേഷമാണുള്ളത്. രാഹുൽ കേരളത്തിൽ മത്സരിക്കുമ്പോൾ മുഖ്യശത്രു ആരെന്ന ചോദ്യമുയർത്തി ഇടതു നേതൃത്വം രംഗത്തെത്തുമ്പോഴാണ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന നിർദ്ദേശം KPCC ഇടതുപക്ഷത്തിന് മുന്നിൽ വെക്കുന്നത്. കാസർഗോഡ് ഇരട്ടക്കൊലപാതകം ഉയർത്തി പ്രചാരണം നടത്തിയ മുല്ലപ്പള്ളി തന്നെ ഈ ആവശ്യമുന്നയിച്ചത് കോൺഗ്രസ് നേതാക്കൾക്കിടയിലും അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തം പാർട്ടി നേതാവിനെ തള്ളിപ്പറയാനും ഇതിനിടെ മുല്ലപ്പള്ളി സമയം കണ്ടെത്തി. രാഹുൽ ഗാന്ധിയുടെ വരവ് സംബന്ധിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന നാടകങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞാൽ ചില മുതിർന്ന നേതാക്കൾക്ക് വേദനിക്കുമെന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ ആരോപണം. ചിലപ്പോൾ അപ്രിയ സത്യങ്ങളായിരിക്കും, സത്യങ്ങൾ ചിലപ്പോൾ പറയാൻ നിർബന്ധിതമാകുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും. ആ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞ PC ചാക്കോയടക്കം ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പല നേതാക്കളെയും സംശയത്തിന്റെ നിഴലിലാക്കുന്നതാണ് മുല്ലപ്പള്ളിയുടെ വാക്കുകൾ. മുല്ലപ്പള്ളിയുടെ ആരോപണത്തിന് മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി പ്രതിപക്ഷ നേതാവും. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ടാണ് രാഹുൽ ഗാന്ധിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത്. ഒരു അഭിപ്രായ വ്യത്യാസം ആ കാര്യത്തിൽ. തിരഞ്ഞെടുപ്പ് മുഖത്തും തർക്കങ്ങൾ തുടരുന്ന കോൺഗ്രസിന്റെ പതിവിന് രാഹുൽ ഗാന്ധി വന്നിട്ടും മാറ്റമില്ല. KPCC പ്രസിഡന്റും ഇത്തവണ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി എന്നതാണ് ഏറെ പ്രസക്തം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ NDA സ്ഥാനാർത്ഥി. BJP അധ്യക്ഷൻ അമിത്ഷാ ട്വിറ്ററിലൂടെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. രാഹുൽ മത്സരിക്കാനെത്തിയ സാഹചര്യത്തിൽ വയനാട് വിട്ടു നൽകണമെന്ന് BJP ആവശ്യപ്പെട്ടെങ്കിലും BDJS വഴങ്ങിയില്ല. വയനാട്ടിൽ തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ NDA കേരളത്തിൽ രാഷ്ട്രീയ ബദലായി ഉയരുമെന്ന് ട്വീറ്റ് ചെയ്തായിരുന്നു അമിത്ഷായുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. രാഹുൽ മത്സരിക്കാനെത്തിയ സാഹചര്യത്തിൽ BJPയുടെ മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നുവെങ്കിലും സീറ്റ് വിട്ടു നൽകാൻ BDJS തയ്യാറായില്ല. BJPയുടെ കൂടി ആവശ്യപ്രകാരമാണ് തുഷാർ സ്ഥാനാർത്ഥിയായതെന്ന് BDJS ജനറൽ സെക്രട്ടറി സുഭാഷ് വാസു പറഞ്ഞു. തന്റെ സ്ഥാനാർത്ഥിത്വം സർജിക്കൽ സ്ട്രൈക്കാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ഇത് ഒരു സർജിക്കൽ സ്ട്രൈക്കാ, അത്രേ ഉള്ളൂ. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി, ബത്തേരി പഞ്ചായത്തുകളിൽ SNDP വോട്ടുകൾ നിർണായകമാണ്. തുഷാർ വെള്ളാപ്പള്ളിയിലൂടെ ഈ വോട്ടുകൾ പരമാവധി ശേഖരിക്കുകയാണ് NDA ലക്ഷ്യം. കഴിഞ്ഞ തവണ 86,000-ഓളം വോട്ടുകളാണ് NDA നേടിയത്. നാളെ വയനാട്ടിലെത്തുന്ന തുഷാറിന് NDA വലിയ സ്വീകരണമാണ് ഒരുക്കുന്നത്. നാളെ തന്നെ പത്രിക നൽകാനാണ് തീരുമാനം. രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ വയനാട്ടിൽ BJP ശക്തമായി രംഗത്തിറങ്ങുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഞങ്ങൾ അരയും തലയും മുറുക്കി രംഗത്തുണ്ടാകും. കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും BJP തയ്യാറില്ല. തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെപ്പറ്റി കേന്ദ്ര നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പിള്ള വ്യക്തമാക്കി. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, വയനാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം തുടർന്നു. ഇന്ന് UDFൽ നിന്ന് 8-ഉം LDFൽ നിന്ന് 1-ഉം NDAയിൽ നിന്ന് 4 പേരും പത്രിക നൽകി. UDFന്റെ പ്രമുഖ സ്ഥാനാർത്ഥിമാരെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തെരഞ്ഞെടുത്ത ദിവസമായിരുന്നു ഇന്ന്. തിരുവനന്തപുരത്ത് ശശി തരൂരും തൊട്ടടുത്ത ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, കൊല്ലത്ത് RSPയുടെ NK പ്രേമചന്ദ്രനും ഇന്ന് പത്രിക നൽകി. എറണാകുളത്ത് ഹൈബി ഈഡൻ, ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, തൃശൂരിൽ TN പ്രതാപൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ് എന്നിവരും ഇന്ന് പത്രിക നൽകി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെയാണ് ഉണ്ടായതെങ്കിലും വടകരയിൽ K മുരളീധരൻ ഇന്ന് പത്രിക നൽകി. മാവേലിക്കരയിലെ ചിറ്റയം ഗോപകുമാറാണ് ഇന്ന് പത്രിക നൽകിയ LDFിലെ ഏക സ്ഥാനാർത്ഥി. എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പൊന്നാനിയിൽ VT രമയും, മലപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും, കൊല്ലത്ത് KV സാബുവും പത്രിക സമർപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാന സർക്കാർ യാക്കോബായ സഭയോട് നീതിപൂർവമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പള്ളിത്തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുക പ്രായോഗികമല്ലെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. വിധി എങ്ങനെ വന്നാലും ജനങ്ങൾ എല്ലാം ഏത് പക്ഷത്താണ് എന്ന് ശോധന ചെയ്ത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അത് നടപ്പാക്കി വരികയാണ്. യാക്കോബായ സഭ നീതിപൂർവമായ സമീപനം സ്വീകരിച്ച സർക്കാരിനെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ ആളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട്. പൊതുവായ നീതി ഇതാണ് എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു. അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു.
BJP അധ്യക്ഷൻ അമിത്ഷാ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങളുടെ ശരിയായ വില മറച്ചുവെച്ചതായി കോൺഗ്രസ്. അമിത്ഷായ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനപ്രാതിനിധ്യ നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഗുജറാത്തിലെ ഗാന്ധിനഗർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ അമിത്ഷാ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലം സംബന്ധിച്ചാണ് കോൺഗ്രസ് ആക്ഷേപം. ഗാന്ധിനഗറിലെ ഭൂമിയുടെ മൂല്യം ഷാ വിപണി നിരക്കിനേക്കാൾ കുറച്ച് കാണിച്ചു. 66.55 ലക്ഷം രൂപ വിപണി വിലയുള്ള വസ്തുവിനെ സത്യവാങ്മൂലത്തിൽ കാണിച്ചത് 25 ലക്ഷം മാത്രമാണ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 10 മാസം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. The election commission to take cognizance of this matter and direct the returning officer of Gandhinagar to take appropriate action under the law. 2012 11.79 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ഷായ്ക്ക് പുതിയ സത്യവാങ്മൂല പ്രകാരമുള്ളത് 38.81 കോടിയുടെ ആസ്തി. 300% വർധന മോഡി ഭരണകാലത്ത് നേതാക്കളുടെ കുടുംബങ്ങൾക്ക് മാത്രമായിരുന്നു അച്ചാദിനെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഉന്നയിക്കാൻ രാഷ്ട്രീയമായി ഒന്നുമില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണമെന്നാണ് BJP വിശദീകരണം. ന്യൂസ് 18 ഡൽഹി. ലാലു പ്രസാദ് യാദവിന്റെ മക്കൾ 2 വഴിക്ക്. മൂത്തമകൻ തേജ് പ്രതാപ് RJD വിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. പിതാവിന്റെയും മാതാവിന്റെയും പേര് ചേർത്ത് ലാലു റാബറി മോർച്ച എന്നാണ് പുതിയ പാർട്ടിക്ക് പേരിട്ടിരിക്കുന്നത്. അഴിമതി കേസിൽ ശിക്ഷിച്ച് ലാലു ജയിലിലായപ്പോൾ പോലും നേരിടാത്ത പ്രതിസന്ധിയാണ് കുടുംബത്തിലെ പോര് RJDയെ തള്ളിവിട്ടിരിക്കുന്നത്. ലാലുവിന്റെ മൂത്തമകൻ തേജ് പ്രതാപ് RJDയിൽ കലാപക്കൊടി ഉയർത്തിയിട്ട് കുറച്ചുനാളായി. ആദ്യം പാർട്ടി പദവികൾ രാജിവെച്ചു. പിന്നീട് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഭീഷണി മുഴക്കി. ഇതിനെല്ലാം ഒടുവിലാണ് പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനം. പാർട്ടിക്കായി ലാലു പ്രചാരണത്തിനില്ലാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. അതിനിടെയുണ്ടായിട്ടുള്ള പ്രതിസന്ധി പാർട്ടിയെ പിടിച്ചുലച്ചു കഴിഞ്ഞു. ലാലുവിന്റെ ഇളയ മകൻ തേജസ്വി യാദവാണ് ഇപ്പോൾ RJDയെ നയിക്കുന്നത്. ലോക്സഭാ സീറ്റ് വിഭജനമാണ് സഹോദരന്മാർക്കിടയിലെ അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കിയത്. അനുയായികൾക്ക് സീറ്റ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് പാർട്ടി പദവികൾ രാജിവെച്ച് തേജ് പ്രതാപ് ഭീഷണിയുയർത്തിയെങ്കിലും തേജസ്വി പട്ടിക പ്രഖ്യാപിച്ചു. വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിൽക്കെ ഭാര്യാപിതാവ് ചന്ദ്ര റായിക്ക് സീറ്റ് നൽകിയതാണ് തേജ് പ്രതാപിനെ ഏറ്റവും ചൊടിപ്പിച്ചത്. ഭാര്യാപിതാവിന് സീറ്റ് നൽകരുതെന്ന് തേജ് പ്രതാപ് പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു. ഭാര്യാപിതാവിനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും തേജ് പ്രതാപ് പ്രഖ്യാപിച്ചു. ഇതിനായിട്ടാണ് ലാലു റാബറി മോർച്ച എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചതും. നേരത്തെ ലാലു പ്രസാദ് യാദവ് അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ടപ്പോൾ തേജസ്വി യാദവിനാണ് പാർട്ടിയുടെ പ്രധാന പദവികൾ നൽകിയിരുന്നത്. നിയമസഭാ പ്രതിപക്ഷ നേതാവും തേജസ്വിയാണ്. തേജസ്വിക്ക് മാത്രം പരിഗണന നൽകുന്നതിൽ തേജ് പ്രതാപിന് അസന്തുഷ്ടി ഉണ്ടായിരുന്നതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. തേജ് പ്രതാപിനെ അനുനയിപ്പിക്കാൻ ലാലുവും ഭാര്യ റാബറി ദേവിയും ശ്രമം നടത്തിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. തെരഞ്ഞെടുപ്പായാൽ സ്ഥാനാർത്ഥികൾ എന്തും ചെയ്യും. അന്നേ സമയം വരെ തിരിഞ്ഞു നോക്കാത്തവരും ജനങ്ങൾക്കിടയിൽ ചാടിയിറങ്ങി അവരോടൊപ്പം ജോലികളിൽ പോലും സഹായിക്കും. മധുരയിൽ വീണ്ടും ജനവിധി തേടുന്ന നടി ഹേമമാലിനി പാടത്തിറങ്ങി നെല്ല് കൊയ്താണ് വാർത്തകളിൽ നിറയുന്നത്. അഭിനയമാണ് ഹേമമാലിനിക്ക് ശീലം. അത് രാഷ്ട്രീയത്തിലിറങ്ങിയാലും MP ആയാലും മറക്കില്ലെന്നുറപ്പ്. മധുര മണ്ഡലത്തിൽ വീണ്ടും ജനവിധി തേടുന്ന ഹേമമാലിനി പാടത്തിറങ്ങി വിള കൊയ്താണ് പ്രചാരണം ആരംഭിച്ചത് തന്നെ. भारतीय जनता पार्टी സാധാരണക്കാരിയാണ് താനെന്ന് തെളിയിക്കാനാണ് ഈ പെടാപ്പാടെല്ലാം. സിനിമാ താരമായല്ല, ജനങ്ങൾ അവർക്കൊപ്പമുള്ള ആളായാണ് തന്നെ കാണുന്നതെന്നാണ് ഹേമമാലിനി പറയുന്നത്. പ്രസംഗവും സാധാരണക്കാരെക്കുറിച്ച് തന്നെ. सरकार बनेगी और हमारा देश, आपके बच्चे, सबका परिवर्तन होगा, सबका भविष्य बहुत ही अच्छा होगा, यही कहने के लिए आए हो. പക്ഷേ മധുരക്കാർക്ക് ഹേമമാലിനിയെക്കുറിച്ച് അത്ര മതിപ്പില്ല. MP മധുരയിലെത്തിയാൽ പോലും ജനങ്ങളെ കാണാറില്ലെന്നും മണ്ഡലത്തിനായി ഒന്നും ചെയ്തിട്ടില്ലെന്നും നാട്ടുകാർ. जबकि आम जनता उनका चिलचिलाती हुई धूप में इंतजार कर रही है. जनता से मिलना तो दूर, उन्होंने उनकी तरफ मुड़ के भी नहीं देखा और सीधे गेस्ट हाउस में घुस गई. अब बताइए इन्हें कैसे हम वोट दें? മുംബൈയിൽ നിന്ന് ഏറെ കഷ്ടപ്പെട്ട് 5 വർഷത്തിനിടെ 250ഓളം തവണ മണ്ഡലത്തിലെത്തിയെന്നാണ് ഹേമമാലിനിയുടെ അവകാശവാദം. 24 മണിക്കൂറും മണ്ഡലത്തിൽ നിൽക്കേണ്ട കാര്യമില്ല. നടിയെന്ന തിരക്കുകൾക്കിടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം. മണ്ഡലത്തിൽ ഇടയ്ക്ക് വന്ന് 10 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നുണ്ടെന്നും ഹേമമാലിനി പറയുന്നു. കഴിഞ്ഞ തവണ 3,30,30,000 വോട്ടിനായിരുന്നു ഹേമമാലിനിയുടെ വിജയം.
ഏപ്രിൽ 18-നാണ് മധുരയിൽ തെരഞ്ഞെടുപ്പ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ഹേമമാലിനിക്ക് നെല്ല് കൊയ്ത്തെങ്കിൽ കർണാടകയിൽ ഞാറുനടിയിലാണ്. പാടത്തിറങ്ങി സാധാരണക്കാരനാണ് എന്ന് തെളിയിക്കുക തന്നെയാണ് ദേവഗൌഡയുടെ കൊച്ചുമകൻ നിഖിൽ കുമാരസ്വാമിയുടെ ശ്രമവും. VIP പോരാട്ടം നടക്കുന്ന മാണ്ടിയിൽ എങ്ങനെയും വോട്ട് പിടിക്കുക തന്നെയാണ് ലക്ഷ്യം. പ്രചാരണത്തിനിടയിൽ പാടം കണ്ടപ്പോൾ സ്ഥാനാർത്ഥിക്കൊരു മോഹം. ഞാറ് നടാൻ പിന്നൊന്നും നോക്കിയില്ല. മുണ്ടും മടക്കി നേരെ ചെളി നിറഞ്ഞ വയലിലേക്ക്. ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകർ പാൻറ്റും മടക്കി സെറ്റിട്ടു. മുഖ്യമന്ത്രിയുടെ മകനും മുൻ പ്രധാനമന്ത്രിയുടെ കൊച്ചുമകനുമായ നിഖിൽ കുമാരസ്വാമി ഞാറ് നടുമ്പോൾ അണികളുടെ മുദ്രാവാക്യം വിളി. ഞാറും നട്ട് ചെളിയിൽ ചവിട്ടി മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ കർഷകനായെന്ന് സ്ഥാനാർത്ഥിക്ക് തോന്നി. കരച്ചു കയറിയപ്പോൾ കാൽ കഴുകാൻ വെള്ളവുമായി യഥാർത്ഥ കർഷകരുമെത്തി. നിഖിൽ കുമാരസ്വാമി കർഷക വേഷമിടുമ്പോൾ എതിർ സ്ഥാനാർത്ഥി സുമലത സിനിമാ താരങ്ങളെ ഇറക്കിയുള്ള പ്രചാരണത്തിലാണ്. ദർശനടക്കമുള്ള താരങ്ങളാണ് സുമലതയ്ക്കായി പ്രചാരണത്തിനിറങ്ങിയത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. രാജ്യസ്നേഹം തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതിൽ തെറ്റില്ല എന്നും രാജ്യസുരക്ഷ മാത്രമാണ് NDA സർക്കാരിന്റെ ലക്ഷ്യമെന്നും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CNN ന്യൂസ് 18 സംഘടിപ്പിച്ച രാജ്നീതി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം കൈവരിച്ച നേട്ടം ജനങ്ങളെ അറിയിക്കുക മാത്രമാണ് മിഷൻ ശക്തി പ്രഖ്യാപനത്തിലൂടെ പ്രധാനമന്ത്രി ചെയ്തത് എന്നും അമിത്ഷാ പറഞ്ഞു. प्रधानमंत्री के प्रेस करने का सवाल है, प्रधानमंत्री की घोषणा करने का सवाल है. हालांकि वो प्रेस नहीं थी, राष्ट्र को उन्होंने इंफॉर्मेशन. इस देश में अभी ऐसे दिन नहीं आए हैं कि जब सेना और एयरफोर्स के जवानों पर भी अविश्वास किया जाए. देश की जनता को पूरा विश्वास है. പ്രശാന്ത് കിഷോർ ഇപ്പോഴും JDUവിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരകൻ തന്നെയെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. പാർട്ടിയുടെ ഉപാധ്യക്ഷനാണ് പ്രശാന്തെന്നും CNN ന്യൂസ് 18 അനുവദിച്ച അഭിമുഖത്തിൽ നിതീഷ് വ്യക്തമാക്കി. തനിക്ക് പ്രചാരണ ചുമതലയില്ല എന്ന പ്രശാന്ത് കിഷോറിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു നിതീഷ്. आप अभी इधर ही प्रशांत किशोर जी को बड़ी धूमधाम से पार्टी में लेकर आए, करीब करीब नंबर 2 का दर्जा भी दिया. लोगों ने ये तक बात की कि प्रशांत किशोर जी आपके सक्सेसर होंगे, मगर इधर देखा जा रहा है कि उनको कुछ साइडलाइन से कर दिया गया है. कैंपेन का वो चार्ज नहीं ले रहे हैं. ना कोई साइडलाइन नहीं है, तो वो अभी में है. और पार्टी के जो प्रचारक हैं उसमें भी उनका नाम है शुरू से ही. तो नंबर 2 हैं आपके? ठीक ही है भाई, नंबर 2 वाइस प्रेसिडेंट है. किसी चीज को नंबर 2 नंबर 3 कहना तो एक एनालिसिस है, लेकिन प्रशांत किशोर की इज्जत है, हमारे पार्टी में भी इज्जत का भाव है, ऐसा कुछ नहीं है. लेकिन उनके मन में अगर कोई भ्रम हो तो एक अलग विषय. आपको लगता है लेकिन नहीं, आप चूंकि देखिए प्रशांत जी के साथ सबसे बड़ी बात, हमसे तो बहुत अच्छा संबंध है और मुझको पूरा विश्वास है और भरोसा है. उस आदमी को भी मेरे प्रति बहुत एक स्नेह का भाव है, इसमें कोई शक नहीं. लेकिन कभी कभी राजनीति में कई तरह की बातें होती हैं. പ്രചാരണ ചൂടിലേക്ക്. ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും പരിഹസിച്ച് LDF പ്രവർത്തകരെ ആവേശത്തിലാക്കി VS അച്യുതാനന്ദൻ. രാഹുലിനെ അമുൽ പുത്രനെന്ന് വീണ്ടും വിളിച്ച VS മോദിയുടെ കാവൽക്കാരൻ അവകാശവാദത്തെയും ചോദ്യം ചെയ്തു. അമൂൽ പുത്രനാണ് സോണിയാഗാന്ധിയും അവരുടെ മോൻ രാഹുൽ ഗാന്ധിയുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അമൂൽ പുത്രൻ എന്ന് രാഹുൽ ഗാന്ധിയെ വിളിച്ച VS ആ പരിഹാസം ആവർത്തിക്കുകയാണ്. ആദ്യം ഫേസ്ബുക്കിലും പിന്നീട് പൊതുയോഗത്തിലും. അമേരിക്കയിൽ നിന്നും അഭയാർത്ഥി ഇപ്പോൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. കോൺഗ്രസിനൊപ്പം BJPയെയും VS കടന്നാക്രമിച്ചു. വിജയ് മല്യയ്ക്കും നീരവ് മോദിക്കും രാജ്യം വിടാൻ അവസരം നൽകിയ ആളാണ് സ്വയം കാവൽക്കാരൻ ചമയുന്നതെന്ന് VSന്റെ പരിഹാസം. 56 നെഞ്ച് വിരിച്ച് കാവൽ നിൽക്കുന്നു. ഇന്ത്യയിൽ എന്തു സംഭവിക്കുന്നു എന്ന് മാത്രം കാവൽക്കാരൻ
അറിയുന്നില്ല. എ സമ്പത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കടയ്ക്കാവൂരിലെത്തിയ BSന് ആവേശകരമായ സ്വീകരണമാണ് അണികൾ നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. വടകരയിലെ LDF സ്ഥാനാർത്ഥി P. ജയരാജനെതിരായ കൊലയാളി പരാമർശത്തിൽ RMP നേതാവ് KK രമയ്ക്കെതിരെ കേസെടുക്കും. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വടകര മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. അതേസമയം പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും KK രമ പറഞ്ഞു. RMP യോഗത്തിന് ശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ P. ജയരാജൻ കൊലയാളിയാണെന്ന KK രമയുടെ പരാമർശത്തിലാണ് നടപടി. രമയ്ക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകിയിരുന്നു. ജയരാജനെ കൊലയാളിയെന്ന് വിശേഷിപ്പിച്ച് വോട്ടർമാർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനും സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നുവെന്നായിരുന്നു പരാതി. പരാതിയിൽ IPC 371G വകുപ്പ് പ്രകാരം കേസെടുക്കാൻ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. എന്നാൽ CPMന്റെ പരാജയ ഭീതിയാണ് കേസിന് പിന്നിലെന്ന നിലപാടിലാണ് KK രമ. CPM വല്ലാതെ ഭയന്നിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണത്. അവർക്ക് വല്ലാതെ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. കേസ് ഞങ്ങൾ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഞങ്ങൾ അതിനെ നേരിടും. എന്റെ ഉത്തമ ബോധ്യത്തിലാണ് ഞാനത് സംസാരിച്ചത്. ആ പറഞ്ഞതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. വടകരയിലെ UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ KK രമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. ചന്ദ്രശേഖരനെ കൊന്നവർ ഇപ്പോൾ സത്യം പറഞ്ഞതിന് രമയെ മാനസികമായി ദ്രോഹിക്കുകയാണെന്ന് മുരളീധരൻ പറഞ്ഞു. സത്യം പറയുമ്പോൾ ചിലപ്പോൾ കേസുകൾ വന്നാൽ അതിൻ്റെ നിയമത്തിൻ്റെ രീതിയിൽ തന്നെ നേരിടും. UDFനോടൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് രമയെ ഇപ്പോഴും അവർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഭർത്താവിനെ കൊന്നു, അതിനു പുറമെ അവരെയും മാനസികമായിട്ട് പീഡിപ്പിക്കാനുള്ള ശ്രമമാണ്. അതിനൊരിക്കലും UDF അംഗീകരിക്കില്ല. കൊലയാളി എന്ന വിളിയെ നിയമപരമായി നേരിടാൻ CPM ഒരുങ്ങുമ്പോൾ വടകരയിൽ കൊലപാതക രാഷ്ട്രീയം തന്നെ പ്രധാന ചർച്ചയാക്കാനാണ് മറുപക്ഷത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. ന്യൂസ് 18 നേതാ ആപ്പ് സർവേ. ന്യൂസ് 18ഉം നേതാ ആപ്പും സംയുക്തമായി ഒരുക്കുന്ന തെരഞ്ഞെടുപ്പ് അഭിപ്രായ വോട്ടെടുപ്പിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: 2 മണ്ഡലങ്ങളിൽ വിജയിച്ച സ്ഥാനാർത്ഥി ഒരു മണ്ഡലം ഉപേക്ഷിച്ചാൽ അടുത്ത നടപടി എന്താകണം എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. 1,29,766 പേർ പങ്കെടുത്ത സർവേയിൽ 71.7% പേർ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് അഭിപ്രായപ്പെട്ടു. 2ാം സ്ഥാനത്തെത്തിയയാളെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് 28.3% പേർ മാത്രമാണ്. വോട്ട് ഇന്ത്യ വോട്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.